സങ്കീർത്തനങ്ങൾ 91 അധ്യായം അതിൻ്റെ 1 വാക്യം നമുക്ക് വായിക്കാം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഹല്ലേലൂയ. എത്ര മഹത്വം കൊടുത്താലും മതി വരികയില്ല. ഹല്ലേലൂയ. സ്തുതികളാലും സ്തോത്രങ്ങളാലും വലിയവനായ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഒരു ദൈവവേദലിന് ഹല്ലേലൂയ ആശ്രയിക്കുവാൻ തക്കവണ്ണം അത്യുന്നതനായ ഹല്ലേലൂയ ദൈവം അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ച ദൈവവൈതലിന് ഹല്ലേലൂയ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം വലിയവനായ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ആ വലിയ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നമ്മളെ ഹല്ലേലൂയ ആക്കി വെച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ ദൈവത്തിലെ ആശ്രയമില്ലാത്തവരെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം പറയുന്നു. ഹല്ലേലൂയ. അവരെപ്പോഴും എങ്ങനെയാണ്? പന പോലെ തഴച്ചു വരും, എന്നാൽ അവരുടെ വീഴ്ചയോ ഹല്ലേലൂയ അത് വലിയതായിരിക്കും. എന്നാൽ ദൈവത്തിലെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈതലിനെ എപ്പോഴും ഹല്ലേലൂയ ദൈവം നൽകുന്ന സംരക്ഷണവും ദൈവത്തിൻ്റെ മറവിൽ വസിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം വലിയവനായ ദൈവം നൽകുവാനിടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഏതെങ്കിലും ഒരു വിഷയത്തിലാണോ ഹല്ലേലൂയ ഏത് വലിയ പ്രയാസങ്ങൾ വന്നാലും, എത്ര ഉന്നതമായ പ്രയാസവും പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ മീതെയെല്ലാം നമുക്ക് ചാരുവാൻ ഒരു അത്യുന്നതനായ ദൈവം നമുക്കുള്ളത് ഓർത്ത് സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കുന്നു, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ഹല്ലേലൂയ. നാം സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിൽ പാർക്ക് ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ വലിയൊരു സംരക്ഷണം നൽകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം ചെയ്യും.